അങ്ങനെ ഓരോ ദിവസവും ഹൗസിനുള്ളിലോട്ടേക്ക് പുറത്തായി പോയി കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസ് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കണ്ടസ്റ്റൻസും തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും ഹൗസിലോട്ടേക്ക് തിരിച്ചെത്തുന്നത് അവരവരെ തന്നെ ബൂസ്റ്റ് ചെയ്യാനും വീണ്ടും അവരെന്തോ കണ്ടസ്റ്റൻ്റ് ആണെന്ന് സ്വയം വിചാരിച്ചിട്ടാണ് ഈ വീട്ടിലോട്ടേക്ക് റീ എൻട്രി ആയിട്ട് വരുന്നത് തോന്നുന്നു. അത് കൃത്യമായിട്ട് നെവിൻ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മുടെ ജിഷിൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു, താൻ വെറും ഒരു ഗസ്റ്റാണ്, ഞാൻ ഈ ഹൗസിലെ ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് മെമ്പറാണ്, അപ്പോൾ അധികം ഷോ ഇവിടെ കയറി കാണിക്കണ്ട. ഈ വീട്ടിലോട്ടേക്ക് കയറി വന്നിരിക്കുന്ന എണ്ണങ്ങളെല്ലാം വിചാരിക്കുന്നത് അത് അവരുടെ വീടാണെന്നുള്ള തരത്തിലാണ് വന്നിരിക്കുന്നത്. കണ്ടവൻ്റെ വീട്ടിലോട്ടേക്ക് വീണ്ടും ഔട്ടായതിനു ശേഷം വലിഞ്ഞു കയറി വരുമ്പോൾ അതനുസരിച്ചിട്ടുള്ള രീതിയിൽ വേണം പെരുമാറാൻ വേണ്ടിയിട്ട്. അല്ലാതെ അവിടെ പോയിട്ട് താൻ വലിയ ക്യാമനാണെന്നുള്ള ഷോ കാണിക്കണ്ട. നിൻ്റെയൊക്കെ ഷോ ഒട്ടും എത്താത്തത് കൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് ഔട്ടായിപ്പോയത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും ഇവർക്കുണ്ടെങ്കിൽ നല്ലത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ഈ മുൻഷി പിള്ളയൊക്കെ വീട്ടിൽ നിന്ന് ഫസ്റ്റ് വീക്ക് തന്നെ ഔട്ടായി പോയൊരു മനുഷ്യനാണ്. പക്ഷെ തിരിച്ച് വന്നിട്ട് കാണിക്കുന്ന ഷോ, എൻ്റെ അമ്മോ, ഇത്രയും വലിയ ഷോ ഇറക്കണം മുൻഷി പിള്ളേ. ഈൻ്റെ ഷോൻ്റെ ഒരു 1/5 കാണിച്ചിരുന്നെങ്കിൽ ഒരു 50 ദിവസമെങ്കിലും നിൽക്കുമായിരുന്നു എന്ന് റെന പറഞ്ഞത് എത്ര കറക്റ്റാണ്. അതിൻ്റെ ഇടയിൽ വരുന്നത് മുഴുവൻ അനുമോളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇവരൊക്കെ മീഡിയ ഫീൽഡിൽ അത്യാവശ്യമുള്ള ആൾക്കാരാണല്ലോ, ഇവർക്കൊക്കെ PR ഒക്കെ ഇവർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അനിമോൾക്ക് മാത്രം കുറ്റം. അനിമോൾ കുറച്ച് അധികം പൈസ കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങളൊക്കെ എത്രയാണ് കൊടുത്തതെന്ന് ആർക്കറിയാം. നിങ്ങൾക്ക് അത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളും കൊടുത്തേനെ 16-20 ലക്ഷം. അപ്പോൾ അനിമോളുടെ വിജയം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ വീട്ടിലോട്ടേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് പറയാം. അതായത് അനിമോള് കപ്പ് ഉയർത്തുന്നുള്ള കാര്യം ഇവർക്കൊക്കെ 100% മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ അതെങ്ങനെയെങ്കിലും തകർക്കണം. അതിന് സപ്പോർട്ടാക്കിയിട്ട് വീട്ടിലോട്ടേക്ക് വന്നിരിക്കുന്ന ഒരാൾ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ജിഷിനോ മറ്റോ ഉണ്ടെങ്കിലായി എന്നേ പറയാൻ പറ്റൂ. ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ അനിമോൾ കപ്പ് ഉയർത്തുന്നത് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അത് വേറെ എവിടെയെങ്കിലും തെറിച്ച് പോകണം, അല്ലെങ്കിൽ നെവിൻ എടുക്കണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുക്കണം. ബാക്കി ആർക്കും PR ഇല്ലാത്ത തരത്തിലാണ് ഇവരുടെയൊക്കെ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും PR ഉണ്ട് എന്നുള്ള കാര്യമാണ്. അതായത് അനിമോളെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു ദിവസം മുഴുവൻ അനീഷ് ആൻഡ് അനിമോളിനെ തകർക്കാൻ വേണ്ടി നമ്മുടെ മുൻഷി പിള്ള ശ്രമിച്ചു. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം തൊട്ടൊരു ശൈത്യ വീട്ടിലോട്ടേക്ക് വന്നതിന് ശേഷം എല്ലാം അനിമോൾക്കെതിരെ, അനിമോളെ തകർക്കണം, അതാക്കണം, ഇതാക്കണം എന്നുള്ള രീതിയിൽ തന്നെ. പക്ഷേ ഒരു പുണ്ണാക്കം നടന്നിട്ടില്ല എന്നേ ഉള്ളൂ. അനിമോൾ തന്നെ കപ്പ് ഉയർത്തും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ശൈത്യ എന്തൊക്കെ കള്ളത്തരം കളിച്ചോ, ശൈത്യ കട്ടപ്പ മാത്രമാണെന്ന് ആൾക്കാരുടെയും പ്രേക്ഷകരുടെയും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 18ാം അടവെടുത്തിട്ട് വരെ ഒരു കാര്യവും നടന്നിട്ടില്ല. അതുപോലെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന കലാപൻ, സരിക, ഇവരൊക്കെ എന്തിനാണ് അതിനുള്ളിൽ വേറൊരാൾ വന്നിട്ടുണ്ട്, ഒരു ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂർ. അതുപോലുള്ളൊരു ലോക കോമഡി പീസ് ഇല്ല. നല്ല അടിപൊളി കോസ്റ്റ്യൂമൊക്കെ ഇന്നലെ ഇട്ടിട്ട് നല്ല ഷോ ഒക്കെ കാണിക്കട്ടായിരുന്നു. വായിന്ന് തള്ളയെന്ന് പറഞ്ഞിട്ട് 100 തിരിച്ച് പറഞ്ഞത്തേക്കും അനങ്ങാതെ മിണ്ടാതെ പോയി. പിന്നെ 100യുടെ അടുത്ത് കേട്ടിരിക്കണ്ടായിരുന്നു. തള്ളയാണെന്ന് മനസ്സിലായി തോന്നുന്നു. പറയുന്ന കാര്യങ്ങളൊക്കെ വിവരക്കേടാണെന്ന് മനസ്സിലായി തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അങ്ങനെ കാണിച്ചത്. അതുപോലെ തന്നെ അക്ബറൊക്കെ ഞെട്ടുന്നുണ്ടായിരുന്നു. പുറത്ത് മസ്താനിയും ആര്യരും ഇൻ്റർവ്യൂ നടത്തി രസിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അക്ബറൊക്കെ ഞെട്ടിപ്പോയി, എന്തൊക്കെയാണ് പുറത്ത് ഈ നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ. കാരണം മസ്താനി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷം ചെയ്ത ഒരാളാണ് ആര്യൻ. തിരിച്ചു പോയത്തേക്കും പ്ലേറ്റ് മാറ്റി. ഇതാണ് ഇവരുടെയൊക്കെ ഒരു ലെവലെന്ന് പറഞ്ഞാൽ.